നമുക്ക് ഡ്രീംസ് അച്ചീവ് ചെയ്യാൻ മേലാത്തതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിയർ ഉള്ളതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈമോ മണിയോ ഇല്ലാത്തതുകൊണ്ടല്ല. ഇൻവെസ്റ്റ് ചെയ്യാൻ പേടിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഫെയിൽ ആകുമോ എന്നുള്ളൊരു പേടിയാണ്, അല്ലെങ്കിൽ മറ്റുള്ള ഒരാൾക്കാർ എന്ത് പറയും എന്നുള്ളൊരു പേടിയാണ്. ആൾക്കാർ ചിന്തിക്കുന്നത് എനിക്ക് കോൺഫിഡൻസ് വരട്ടെ എന്നിട്ട് നമുക്ക് തുടങ്ങാം എന്നൊക്കെ ഉള്ളൊരു ചിന്താഗതിയാണ്. പക്ഷേ കോൺഫിഡൻസ് അങ്ങനെ മാജിക്കലി ഉണ്ടാകുന്ന ഒരു കാര്യമൊന്നുമല്ല. ഇൻപെർഫെക്ഷൻ ആക്ഷനിലൂടെയാണ് നമുക്ക് കോൺഫിഡൻസ് ഗ്രാജുവലി വരത്തേ ഉള്ളൂ. നമുക്കൊരു ഫിയർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെയായിരിക്കും ഈ വർഷവും നമ്മൾ അതുപോലെ തന്നെ ആയിരിക്കും ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ഒരു ചേഞ്ചസ് ഒന്നും ചെയ്യുന്നില്ല. അതേസമയം നമ്മൾ ഒരു ബ്രേവ് ആയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് നമ്മുടെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ ഒരു ഡിസിഷൻ എടുത്ത് മൂവ് ഓൺ ആകുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് ആ ഒരു ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ ഉറപ്പായിട്ട് വരികയും ചെയ്യും. നമുക്കൊരു ഗ്രോത്തും ഉണ്ടാവും. എല്ലാ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരും അവർക്കും പേടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അവർ മൂവ് ഓൺ ചെയ്തു. ആ പേടിയെ ഓവർകം ചെയ്ത് അവർ മൂവ് ഓൺ ചെയ്തുകൊണ്ടാണ് അവർ സക്സസ്ഫുൾ ആയത്. അവർ ഫിയർലെസ് അല്ലാത്ത ആൾക്കാരല്ല. അവർക്കറിയാം അവർ ആ പേടി അങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് അവരൊരു ഡിസിഷൻ എടുക്കാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്കും ഗ്രോത്ത് ഗ്രാജുവലി ഉണ്ടാകാൻ തുടങ്ങി. അതേസമയം കഴിഞ്ഞ ഒരു വർഷം അവരൊന്നും ചെയ്തില്ല, അവർക്കൊരു ഗ്രോത്തും ഉണ്ടായിട്ടുമില്ല. അതുകൊണ്ട് എല്ലാവരും ഫിയർ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഒരു ഡിസിഷൻ എടുക്കുക, എന്നിട്ട് ഓരോ കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യുക. ലൈഫ് തന്നെ ചേഞ്ച് ആവും.